ഈ പശ്ചിമേഷ്യയുടെ അവസ്ഥ നിലവിൽ എന്താണ്, നമുക്ക് അതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഐസൻ ജോസിലേക്ക് പോവുകയാണ്. ഐസൻ, മണിക്കൂറുകളായി തുടരുന്ന ഒരു സംഘർഷാവസ്ഥയാണ്. വ്യോമപാതകൾ അടയ്ക്കുന്നു. ഈ ഇറാനെയും അമേരിക്കയും ഇസ്രയേലിനും പുറമെ പല ലോകരാജ്യങ്ങളും ഇപ്പോൾ വല്ലാത്തൊരു മുൾമുനയിലാണ് എന്നുള്ളതാണ് വസ്തുത. ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. എന്തായാലും ഇറാൻ ഒറ്റപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഇറാനെ തള്ളിപ്പറയുന്ന സ്ഥിതി. എന്താണ് ഇറാനും അമേരിക്ക, ഇസ്രയേൽ അത് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണോ ഐസൻ? തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ വലിയ സംഘർഷം തന്നെ നടന്നു കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 24ഓളം പേരുടെ മരണം സംഭവിച്ചു എന്നെല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ, അതായത് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം ദൃശ്യങ്ങൾ പൂർണ്ണമായും ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആക്രമണം നടന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ദൃശ്യങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗമായുള്ള സൈനിക വിഭാഗം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ നമുക്ക് ആ കാര്യത്തിൽ വിശദമായ ഒരു കൃത്യമായൊരു ചിത്രം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും കൃത്യമായൊരു നിലപാട് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ തങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ബഹ്റൈനിലും അതുപോലെ തന്നെ കുവൈറ്റിലും UAE വിവിധ ഇടങ്ങളിലുമുള്ള അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളെയെല്ലാം ആക്രമിക്കുമെന്ന ഒരു സൂചന നൽകിയിരുന്നു നേരത്തെ തന്നെ. ആ ആക്രമണവും നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബഹ്റൈനിലും കുവൈറ്റിലും അതുപോലെ തന്നെ UAE ആക്രമണം നടത്തി ഇറാൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള പ്രതിരോധ നടപടികളും തിരിച്ചടിയുടെ നടപടികളും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ശക്തമായ നടപടികൾ പുരോഗമിക്കുന്നു യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം തന്നെ സംഘർഷത്തിലായി വരുത്തേണ്ടതുണ്ട്, അടിയന്തരമായി സംഘർഷം പരിഹരിക്കണമെന്ന നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ ലോകരാഷ്ട്രങ്ങൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനുള്ള നീക്കങ്ങളും നടക്കുന്നുവെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കണമെന്നൊരു നിലപാടാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളെല്ലാം അനുസരിച്ച് 4 ദിവസത്തിലേറെ യുദ്ധം നീളുമെന്ന ഒരു പ്രസ്താവന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും വിവിധ ടാർഗറ്റുകൾ, ഇനിയും ചില ലക്ഷ്യങ്ങൾ ഇസ്രായേൽ വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിനുള്ള സാധ്യത ഇനിയും തുറന്നു കിടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് ഗൗരവമേറിയ ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെത്തുമെന്ന സൂചനകളും ലഭ്യമാകുന്നുണ്ട്. നിലവിലെ സംഘർഷാവസ്ഥയ്ക്ക് നേരിട്ടുള്ള സംഘർഷങ്ങളും പൊട്ടിത്തെറികളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെടിവെപ്പോ മിസൈൽ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ അവസാന മണിക്കൂറുകളിലെങ്കിൽ കൂടി ലോകം നിശ്ചലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള വിമാനങ്ങൾ ഈ വ്യോമപാതകൾ ഉടച്ചതിനെ തുടർന്ന് പല വിമാനങ്ങളും തിരിച്ചു വിളിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ ആക്രമണം തുടരാനുള്ള നീക്കം തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആ നീക്കം ഇപ്പോൾ താൽക്കാലികമായി ഈ ആക്രമണം നടക്കുന്നത് തടഞ്ഞു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നിർത്തിവെച്ച ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി ഇനിയും അത് തുടരാനുള്ള സാധ്യത ഇന്ന് രാത്രി വളരെ സങ്കീർണമായി തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.